സർക്കാരിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വേണം എന്ന് പറഞ്ഞു. അതനുസരിച്ചാണ് ഞാൻ ഇന്നലെ സമയം കണ്ടെത്തി അവിടെ പോയത്. ആ സമയം കണ്ടെത്തി പോയി അവരെ എന്നോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയുകയുണ്ടായി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം നേരിടുന്ന ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് കോൺഗ്രസ് നേതാവ് ആന്റോ ആന്റണി MP 2 കോടി രൂപ വാങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. പത്തനംതിട്ട MP ആന്റോ ആന്റണി 2.5 കോടി രൂപ ഇതിന്റെ പേരിൽ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വിഡ്രോ ചെയ്തു എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണല്ലോ. എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഞാൻ പത്തനംതിട്ട പാർലമെന്റിൽ മത്സരിക്കാൻ 2.5 കോടി രൂപ വാങ്ങി. പാർലമെന്റ് മത്സരിക്കാൻ 90 ലക്ഷം രൂപയാണ്. ഞാനും ആ തെരഞ്ഞെടുപ്പിൽ അന്ന് മത്സരിച്ച ആളാണ്. അപ്പോൾ അവർക്കും ആകെ ഒരു ദിവസം അവിടെ പോയ കാര്യമാണ് ഓർമ്മയുള്ളത്. ഒന്നല്ല 10 ദിവസം പോയെങ്കിലും പോയെന്ന് പറയാനായിട്ട് ഞാൻ മടിക്കേണ്ട യാതൊരു കാര്യവും എന്നെ സംബന്ധിച്ചില്ല. നമസ്കാരം. സ്വർണ്ണക്കൊള്ളയിൽ ആരാണ് കുരുക്കിലാകാൻ പോകുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് CPM ആയിരുന്നു പ്രതിരോധത്തിലെങ്കിൽ ഇപ്പോൾ സാഹചര്യം മാറി. അടൂർ പ്രകാശിനെ 2.5 മണിക്കൂർ ചോദ്യം ചെയ്തതിന് പിന്നാലെ ആന്റോ ആന്റണി MPയെയും SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ EDയും ആന്റോ ആന്റണിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കുന്നവയെന്ന് CPM വാദം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ച് വിജയിച്ച ആയുധം കൂടുതൽ ശക്തിയോടെ പ്രയോഗിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് കോൺഗ്രസ് വെട്ടിലായത്. പോറ്റിയുമായി കടകംപള്ളി നടത്തിയ കൂടിക്കാഴ്ചയുടെ മറ്റൊരു ചിത്രം പുറത്തുവന്നത് ആയുധമാക്കി ആരോപണം കടുപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചരണ വിഷയമാകുമെന്ന് ഉറപ്പായതോടെ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ് ഇരുമുന്നണികളും. 2 മുന്നണികളെയും പഴിചാരി രാഷ്ട്രീയ നേട്ടം സ്വന്തമാക്കാൻ BJPയും രംഗത്തുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ യഥാർത്ഥ കുരുക്കാർക്ക് എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വർണ്ണക്കൊള്ളയിൽ യഥാർത്ഥ കുരുക്കാർക്ക് ഈ ചർച്ചയിൽ എന്നോടൊപ്പം ചേരുന്നത് ശ്രീ സുരേഷ് കുമാർ CPM പ്രതിനിധി, ശ്രീ നിജേഷ് അരവിന്ദ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, കേണൽ ഡിന്നി BJP പ്രതിനിധി, ശ്രീ സക്കറിയ ജോർജ് റിട്ടയർഡ് SP, ഒപ്പം മഹേഷ് പണിക്കർ, ശില്പി എന്നിവരാണ്. ആദ്യം ശ്രീ നിജേഷ് അരവിന്ദ്, സ്വർണ്ണക്കൊള്ള സജീവ ചർച്ചയാക്കും എന്നതാണ് KC വേണുഗോപാൽ ഇന്നും പറഞ്ഞത്. കേരളത്തിൽ നടക്കുന്നതൊന്നും അദ്ദേഹം അറിയുന്നില്ലേ? കേരളത്തിൽ നടക്കുന്നത് അദ്ദേഹം അറിയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. കേരളത്തിൽ എന്താണ് നടക്കുന്നത്? കഴിഞ്ഞ സെപ്റ്റംബർ മാസം 20-നാണ് അയ്യപ്പ സംഗമം വലിയ കൊട്ടിഘോഷം നടത്തി പമ്പയുടെ ഓരത്ത് നടന്നത്. അതിനുശേഷം കേരളത്തിലെ ഭരണകക്ഷി 2016 മുതൽ ഇവിടെ ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ അപ്പോയിന്റ് ചെയ്ത ദേവസ്വം ബോർഡുകളുടെ നേതൃത്വം നൽകിയ ആളുകൾ നേരിട്ട് നടത്തിയ, അവരുടെ സഹായത്തോടു കൂടി നടത്തിയ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ വാർത്തകളാണ് പുറത്തു വരുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ അതിനെ സംരക്ഷിക്കാൻ, കൊള്ളക്കാരെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് പരമാവധി ചെയ്തു എങ്കിലും പിന്നീട് ഹൈക്കോടതിയുടെ അതിന്റെയൊക്കെ അഡ്വാൻറ്റേജ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം നിങ്ങൾ പറയുകയും അത് വോട്ടായി മാറുകയും ഒക്കെ ചെയ്തു. അതൊക്കെ ശരി, നോക്കൂ. പക്ഷേ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ നിൽക്കുന്നത് അടൂർ പ്രകാശാണ്. നാളെ അടുത്ത ദിവസങ്ങളിൽ പോകാൻ പോകുന്നത് ആന്റോ ആന്റണിയാണ്. ആ സമയത്ത് സജീവ ചർച്ചയാക്കില്ല, അല്ലെങ്കിൽ അതിൽ മിണ്ടാതിരിക്കുക എന്നതെങ്കിലും KC വേണുഗോപാൽ ചെയ്യണ്ടേ? അപ്പോൾ അത് ചർച്ചയാക്കുമെന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? News 18 ചാനലിനോ കേരളത്തിലെ മറ്റേതെങ്കിലും ചാനലുകൾക്കോ ശ്രീ അടൂർ പ്രകാശോ ശ്രീ ആന്റോ ആന്റണിയോ ഈ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസ്ഥാനത്ത് വരുന്ന തെളിവുകളുണ്ട് എങ്കിൽ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് അത് നിങ്ങൾ പുറത്തുവിടുകയാണ് വേണ്ടത്. ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി ഒരു MPയെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അദ്ദേഹം പ്രതിയാണ് എന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചാനലിൽ വാർത്ത കാണിച്ച് നേതൃത്വത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ SIT അന്വേഷണം നടത്തുകയാണല്ലോ. അപ്പോൾ ഏതെങ്കിലും മാധ്യമങ്ങൾ ഇപ്പോൾ ഇനിഷ്യേറ്റീവ് എടുത്ത് അന്വേഷിക്കണമെന്നുമില്ല. അതിനേക്കാൾ വിദഗ്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നു വരികയാണ്. അവരാണ് അടൂർ പ്രകാശിനെ വിളിക്കുന്നത്, 2.5 മണിക്കൂർ ചോദ്യം ചെയ്യുന്നത്. നോക്കൂ, അതിനുശേഷം ഇപ്പോൾ ആന്റോ ആന്റണിയിലേക്ക് പോകുന്നു. അദ്ദേഹം ആരോപണ വിധേയനാണ്. EDയും അന്വേഷണം അദ്ദേഹത്തെ വിളിപ്പിക്കുമെന്നതാണ് അറിയുന്നത്. അപ്പോൾ കൂടുതൽ നേതാക്കൾ നിങ്ങളുടേതാണ്. ആ നേതാക്കൾ അന്വേഷണ സംഘങ്ങൾക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ആ വിഷയം സജീവമാക്കിയാൽ നഷ്ടം നിങ്ങൾക്കല്ലേ? ഈ വിഷയം സജീവമായി തന്നെ നിലനിൽക്കണം. കേരളത്തിലെ ശബരിമലയിൽ, ഇന്ത്യ രാജ്യത്തല്ല ലോകം മുഴുവൻ പ്രസിദ്ധമായ ശബരിമലയ്ക്കകത്ത് നോക്കാൻ ഏൽപ്പിച്ചവർ, അതിന്റെ ഭരണം നേതൃത്വം കൊടുത്ത ആളുകൾ,
അതിനകത്ത് നിന്ന് കട്ടുകൊണ്ടുപോയ സ്വർണത്തിന്റെ കണക്കാണ് നമുക്ക് കിട്ടേണ്ടത്. കൊണ്ടുപോയ വഴിയാണ് നമ്മൾക്ക് അന്വേഷിക്കേണ്ടത്. ആർക്കൊക്കെയാണ് അതിന്റെ ഗുണം കിട്ടിയത് എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും. ശ്രീ അടൂർ പ്രകാശോ ആന്റോ ആന്റണിയോ ആ കാര്യത്തിൽ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് രേണുക പറഞ്ഞാൽ അതിന് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെങ്കിൽ ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഒരു സംശയവും വേണ്ട. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഈ കേസിൽ അതെങ്ങനെ പ്രതിയാവുമെന്നൊക്കെ നാളെ നിങ്ങൾക്ക് തെളിയിക്കേണ്ടതാണ്. കാരണം ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ടാണോ, അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരുന്നു കൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അതിനകത്തേക്ക് കയറ്റിയിട്ട് അത് ഇളക്കി മാറ്റിയ കാര്യത്തിലാണോ എന്നൊക്കെ അറിയേണ്ടതും പറയേണ്ടതും അന്വേഷണ സംഘമാണ്. ഒരാളെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചോദ്യം ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ, ചോദ്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അവർ പ്രതികളാണ് എന്നൊരു അദ്ദേഹം പ്രതിയാണ് എന്നതല്ല പറഞ്ഞത്. ഈ രീതിയിൽ അന്വേഷണ സംഘം ഓരോ വ്യക്തികളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അത് രാഷ്ട്രീയ ആയുധമാക്കിയല്ലോ. ആ കണക്കിന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ അവർ നേരത്തെ തന്നെ ആരോപണ മുനയിലായിരുന്നു. അവരുമായിട്ടൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇരുവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരിലേക്ക് അന്വേഷണം എത്തുന്നു എന്നതാണ് സാഹചര്യം. ഇനി ആ വിഷയം സജീവമാക്കിയാൽ ആർക്കാണ് അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുക? നിങ്ങളല്ലേ ആൻസറബിൾ ആകുന്നത്? ആ സാമാന്യ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. രേണുകയോട് എനിക്ക് 3 ചോദ്യങ്ങൾ. ഒന്ന്, സോണിയാഗാന്ധിക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുള്ള എന്തെങ്കിലും രേഖ താങ്കളുടെ കൈവശമുണ്ട് എങ്കിൽ ഒന്ന് പുറത്തുവിടുക. 2, ആന്റോ ആന്റണി MP-ക്കെതിരെ ശബരിമല സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള ആരോപണം, നിങ്ങൾ പറയുന്ന ആരോപണ മുനയാണല്ലോ, ആരോപണം എന്താണ് എന്ന് ഇന്ന് ചാനലിലൂടെ നിങ്ങൾ വ്യക്തമാക്കുക. 3, അടൂർ പ്രകാശ് MP-ക്കെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉള്ള ആരോപണമായിക്കോട്ടെ, അത് ഉന്നയിച്ച ആളുകൾ ആരാവട്ടെ, അതിന്റെ തെളിവുകൾ എന്താവട്ടെ, അത് പുറത്തുവിടാൻ നിങ്ങൾ ദയവ് ചെയ്ത് സന്നദ്ധരാവണം. ഒരാളെ ഇങ്ങനെ പറഞ്ഞ് 1000 കളവ് പറഞ്ഞുകൊണ്ട് ചില ആളുകളെ പ്രതിസ്ഥാനത്ത് നിർത്തുക എന്ന ഗീബൽസിയൻ സിദ്ധാന്തം പലവട്ടം പറഞ്ഞ് കളവ് പറഞ്ഞ് ഒരാളെ പ്രതിസ്ഥാനത്തേക്ക് നിർത്തുക എന്ന പരിപാടി, പദ്ധതി, അതൊരു മാധ്യമ പ്രവർത്തനത്തിന് ആശാസ്യകരമല്ല എന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല. പ്രതി ചേർത്തിട്ടുണ്ട് എന്നത് ഞാൻ പറഞ്ഞിട്ടുമില്ല. SITയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയാണ്. SIT അന്വേഷണം നടത്തുമ്പോൾ അവരുടെ മുന്നിലേക്ക് വിളിച്ചു വരുത്തുന്നതിൽ നിങ്ങളുടെ 2 പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. അന്വേഷണം പൂർത്തീകരിച്ചിട്ടില്ല, കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയിൽ ആർക്ക് പങ്കുണ്ട് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണം നടക്കുമ്പോൾ അത് നിങ്ങളുടെ നേതാക്കന്മാരിലേക്ക് എത്തുന്നു എന്ന വസ്തുത താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? രേണുക പറയുന്ന വാക്കുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ പറയുന്നത് സോണിയാഗാന്ധിയുടെ പേര് നിങ്ങൾ വലിച്ചഴിച്ചു. സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച പൂർത്തി നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന നേതാക്കൾ എന്നാണ് പറഞ്ഞത്. അതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതല്ലേ? സോണിയാഗാന്ധിയുമായി ഞാൻ ചോദിക്കട്ടെ, ഈ പോറ്റി എന്ന് പറയുന്ന ആൾ കൂടിക്കാഴ്ച നടത്തിയ, കണ്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിത്രത്തിലുള്ള ആളുകളൊക്കെ ഈ കേസിൽ പ്രതിയാണ് എന്ന് സ്ഥാപിക്കാൻ ആവശ്യമായ എന്തെങ്കിലും അനാവശ്യമായി ഒരാളുടെ പേര് വലിച്ചേക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, വസ്തുതയാണ്. എന്താണ് വസ്തുത? നിങ്ങൾ കേരള സമൂഹത്തോട് പറ. ഞങ്ങൾ ഒരാളെ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ പോലും ഡിഫെൻഡ് ചെയ്യേണ്ട ഉദ്ദേശം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനില്ല. പക്ഷേ അനാവശ്യമായി ഇല്ലാത്ത കാര്യങ്ങൾ ആക്ഷേപിക്കുകയും ആരോപിക്കുകയും ചെയ്ത് ഇരുട്ടിൽ നിർത്തുക എന്ന ഒരു അടൂർ പ്രകാശിനെ SIT വിളിപ്പിച്ചിട്ടില്ല എന്നൊരു വാദം താങ്കൾക്കുണ്ടോ? അല്ല, ഒരാളെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വിളിപ്പിച്ച് അയാൾ മുന്നിലെ വാതിലൂടെ ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞു എന്നുള്ളത് ആരോപണമാണോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു കേസിനകത്ത് ഒരാളെ അന്വേഷണത്തിന് വിളിപ്പിച്ചു കഴിഞ്ഞാൽ മൊഴിയെടുക്കാനാണ് വിളിപ്പിച്ചതെന്ന് അദ്ദേഹം ഇന്ന് പറഞ്ഞു. ഇന്നലെ ചോദ്യം ചെയ്യാനാണ് വിളിപ്പിച്ചതെന്നാണ് നമുക്കറിയാവുന്നത്. അദ്ദേഹം ഇന്ന് മൊഴിയെടുക്കാനാണ് എന്ന് പറഞ്ഞു. 2.5 മണിക്കൂർ എന്തായാലും അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞുവല്ലോ SIT. അക്കാര്യത്തിൽ താങ്കൾക്ക് സംശയമില്ലല്ലോ? അല്ല രേണുക, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നേരത്തെ ഒരു ദിവസം മുഴുവൻ KT ജലീൽ എന്ന് പറയുന്ന മന്ത്രിയെ ED ചോദ്യം ചെയ്തിരുന്നല്ലോ. കേസെന്തായി? കേരളത്തിലെ ഒരുപാട് ആളുകളെ ED ഉൾപ്പെടെയുള്ളത് ചോദ്യം ചെയ്തല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനെ സമൻസ് അയച്ച് ED ചോദ്യം ചെയ്തിരുന്നല്ലോ. അപ്പോൾ അവരൊക്കെ ഈ കേസിലെ പ്രതികളാണ് എന്ന് മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായ താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത മറുപടിയിലേക്ക് വരാം. പറഞ്ഞിട്ടില്ല ശ്രീ നിജേഷ് അരവിന്ദ്. എനിക്ക് പറഞ്ഞ കാര്യത്തിൽ വലിയ വ്യക്തതയുണ്ട്. നോക്കൂ, ഇതുപോലെ ആളുകളെ SIT സമീപിക്കുമ്പോൾ, അവരിൽ നിന്ന് വിവരം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്? 100 ദിവസത്തിലധികമായി SITയുടെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പറഞ്ഞ ന്യായം എന്താണ്? ആ ന്യായം അപ്പോൾ ഈ കാര്യത്തിലില്ലേ? ഒരു കാര്യം നോക്കൂ, ഈ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ്
നിക്ഷേപ തട്ടിപ്പിന് പിന്നിലുള്ള NM രാജു എന്ന വ്യക്തിയിൽ നിന്ന് പണം വാങ്ങി എന്ന കാര്യം ആന്റോ ആന്റണിക്കെതിരെ ആരോപണമായി ഉണ്ടല്ലോ. ആ സ്ഥാപനം ഏതാണെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. ആ സ്ഥാപനത്തിൽ തന്ത്രി പണം നിക്ഷേപിച്ചിരുന്നു എന്ന ആരോപണം ഇതിനോടകമുണ്ടല്ലോ. ആ സ്ഥാപനത്തിൽ നിന്നാണ് ഏതാണ്ട് സമാനമായ തുക ആന്റോ ആന്റണിക്ക് നൽകിയെന്ന ആരോപണം വന്നതെന്ന് താങ്കൾക്കറിയാമല്ലോ. അപ്പോൾ ഈ സ്വർണ്ണ തട്ടിപ്പ്, ഈ പണം, ഇതിന്റെ പ്രതികളിൽ നിന്ന് ഇതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്, തട്ടിപ്പിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്ന് അന്വേഷിക്കാനാണല്ലോ. ആ തലത്തിൽ വരെ അന്വേഷണം എത്തി നിൽക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് തോന്നുമ്പോൾ താങ്കൾ ഈ രീതിയിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നത് വളരെ ബാലിശമാണ്. അല്ല രേണുക, ഒരു കാര്യം ഇവിടെ, ആരോപണം എന്ന വാക്കിന്റെ അർത്ഥം എന്താ രേണുക? ഒരാൾക്കെതിരെ പറയുന്നതിനെ ആരോപണം എന്ന് പറയും. ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാം. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ കാലം ലൈവിൽ നിർത്തിയത് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ സരിത നായർ, അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച ആരോപണങ്ങളായിരുന്നു. ആ ആരോപണങ്ങളാണ് ഒരു മനുഷ്യനെ ദീർഘകാലത്തോളം ചാനലുകളിലെ ഈ ലൈം ലൈറ്റിനകത്ത് വെച്ചുകൊണ്ട് ആരോപണം ഉന്നയിച്ചു. കോയമ്പത്തൂരേക്ക് CD തേടി യാത്ര നടത്തി. എല്ലാ ദിവസവും ചാനൽ തുറന്നാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആരോപണം കിട്ടുന്നു. നിങ്ങൾ ആരോപണം പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ ജീവിച്ചിരിക്കുമ്പോൾ കൊല്ലാൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ താങ്കൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ശ്രീ നിജേഷ് അരവിന്ദ്, താങ്കൾക്ക് അല്പം ഹോംവർക്ക് ചെയ്താൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ന്യായങ്ങൾ താങ്കൾക്ക് തന്നെ കണ്ടെത്താമായിരുന്നു. ഒരുപാട് ന്യായങ്ങൾ ഈ ചർച്ചയിൽ പറയാം. ഒരു ന്യായമല്ല രേണുക, നിങ്ങൾ കളവ് പറയുകയാണ്. നിങ്ങൾ ആരോപണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് നേരെ പറയാൻ അത് ശരിയല്ല. നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ 3 കാര്യങ്ങൾ, നിങ്ങൾ ഈ ചർച്ചയിൽ പേര് വലിച്ചഴിച്ച 3 ആളുകളുടെ പേരിൽ നിങ്ങൾക്ക് അതിന്റെ വസ്തുതയുണ്ട് എങ്കിൽ പറയുക. ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുക, CPM ചെയ്യുന്നത് പോലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറെ ജയിലറയ്ക്കുള്ളിൽ വെച്ചുകൊണ്ടും സംരക്ഷിക്കുന്ന ഏർപ്പാടൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാലത്തും ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഏതാണ്ട് 10 മിനിറ്റിലധികം സമയം ഞാൻ താങ്കൾക്ക് വിശദീകരിക്കാനായി തന്നു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ സുരേഷ് കുമാർ നോക്കൂ, ഇവിടെ അടൂർ പ്രകാശ് പറയുകയാണ്, ഇന്നലെ SIT എന്നിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയാനാണ് വിളിപ്പിച്ചത്. പക്ഷേ അവിടെ താൻ ഇരിക്കുമ്പോൾ പുറത്തു മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് തന്നെ ചോദ്യം ചെയ്യുന്നു, പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുന്നു എന്നൊക്കെ തരത്തിലാണ് വാർത്ത വന്നത്. SITക്കൊപ്പമുള്ള ചിലരെ CPM നിയോഗിച്ചിരിക്കുകയാണ് ഈ രീതിയിൽ വാർത്ത നൽകാൻ. അപ്പോൾ അന്വേഷണം പോലും അട്ടിമറിക്കപ്പെടുന്നു. അവിടെ CPM നിർദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു എന്ന വലിയ ഗുരുതരമായ ആരോപണം അടൂർ പ്രകാശ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നു. രേണുക, ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങൾക്ക് 1 മിനിറ്റ് എടുത്ത് മറുപടി പറയാൻ എനിക്ക് അവസരം തരണം. ഒന്ന്, അദ്ദേഹം ഇപ്പോൾ വളരെ കൃത്യമായി U-ടേൺ അടിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, അതും അവരുടെ സംസ്ഥാന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിവരങ്ങൾ ആരായുന്നതിന് വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ചുമതലപ്പെടുത്തിയിരിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഭാഷ്യം. നേരത്തെ ഇതായിരുന്നില്ലല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ ചില കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയോ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയോ വിളിച്ചപ്പോൾ നിങ്ങളുടെ ഹാലിളക്കം ഇതായിരുന്നില്ലല്ലോ. അപ്പോ നേരത്തെ ഏതോ ഒരു സിനിമയിൽ പറയുന്നത് പോലെ, നിങ്ങൾ ഇട്ടാൽ അത് ബർമുട, ഞങ്ങൾ ഇട്ടാൽ വള്ളി നിക്കർ. ഈ പരിപാടി വെച്ച് അവസാനിപ്പിക്കണം കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളിൽ. ഈ നിങ്ങൾ ഇടയ്ക്ക് നിങ്ങൾ 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടാതില്ലായിരുന്നു. നിങ്ങൾ എന്താ ഇത്ര മോശമായി? കോൺഗ്രസിന്റെ ആളുകൾ തെറ്റാണ്. നിങ്ങളുടെ ആളുകൾ ജയിലിൽ കിടക്കുകയും നിങ്ങളുടെ ആളുകൾ ജയിലിൽ കിടക്കുകയും ശ്രീ നിജേഷ്, ഞാൻ 10 മിനിറ്റ് താങ്കൾക്ക് തന്നതാണ്. താങ്കൾക്ക് ഈ വാദങ്ങൾ അപ്പോൾ പറയാമായിരുന്നു. പക്ഷെ താങ്കൾ അതല്ല പറഞ്ഞത്. മറ്റു ചില ആരോപണങ്ങളിലേക്ക് പോയി. ഇനി അദ്ദേഹം പറയട്ടെ. ഞാൻ താങ്കളോട് ചോദിച്ചല്ലോ, 10 മിനിറ്റ് താങ്കൾക്കാണ് സമയം തന്നത്. ഇനി അദ്ദേഹം പറയട്ടെ. നമുക്ക് ഒരുപാട് അതിഥികളുണ്ട്, അവരിലേക്ക് പോകാം. ഞങ്ങളുടെ നേതാക്കൾ അല്ല, നിങ്ങൾ ഈ ചർച്ച തുടങ്ങി കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇന്ന് പ്രതികളാണ് സ്ഥാപിക്കാൻ. ഞാൻ പ്രതികളെന്നൊരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ആവർത്തിച്ച കാര്യം ചൂണ്ടിക്കാട്ടി. കാരണം അദ്ദേഹം പിണറായിയെ കുറിച്ച് പറഞ്ഞു, പിണറായിയുടെ മകനെ കുറിച്ച് പറഞ്ഞു, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ സഹിഷ്ണുതയോടെ കേട്ടിരിക്കണം. അദ്ദേഹത്തിന്റെ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞാൽ അപ്പൊ തന്നെ അദ്ദേഹം പ്രകോപിതനാകുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ ചർച്ചയിൽ കുറച്ചുകൂടി സഹിഷ്ണുതാബോധവും സാമാന്യ മര്യാദയും ഇത്തരം ചർച്ചകളിൽ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്
ഈ കടകംപള്ളിയെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു വിവരങ്ങൾ ആരായുന്നതിന് വേണ്ടി നേരത്തെ വിളിച്ചിരുന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു കടകംപള്ളിയെ, ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പിന്റെ മുൻ മന്ത്രിയെ, CPM സംസ്ഥാന നേതാവിനെ അവിടെ വിളിച്ചത് ഇക്കാര്യത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച് ആരായുന്നതിന് വേണ്ടിയാണ്. അന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പുറത്തുവിട്ട എത്രമാത്രം ലജ്ജിപ്പിക്കുന്ന കള്ളങ്ങളാണ് പുറത്തു പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ചോദിക്കട്ടെ, പക്ഷെ ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, അന്ന് കടകംപള്ളി എന്തായിരുന്നു മാധ്യമങ്ങളോട് പറഞ്ഞത്? താൻ ഒരു തവണ അവിടെ പോയിരുന്നു, ഒരു തവണ പോയി, അത് ഒരു ചടങ്ങിനായിരുന്നു, രാജു എബ്രഹാം ഉണ്ടായിരുന്നു, അന്ന് ഇങ്ങനെ ഒരു ചടങ്ങ് അവിടെ നടക്കുന്ന ദിവസമായിരുന്നു. ഇന്ന് എന്താണ് മറ്റൊരു ചിത്രം പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറയുന്നത്? അല്ല, അദ്ദേഹം എന്താ പറഞ്ഞത്? 40 വട്ടം പോയിട്ടുണ്ടെങ്കിലും പറയുന്നതിന് വിഷമമില്ല, തുറന്നു പറയുന്നതിന് മടിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അത് പറഞ്ഞില്ലല്ലോ. ഓരോ ചിത്രം വരുമ്പോൾ പറയാമെന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, നിങ്ങൾ ഇത്രയും ഇങ്ങനെ താഴ്ന്ന ലോ ലെവലിൽ പോയി കാര്യങ്ങൾ പറയരുത്. കേരളം ഭരിച്ചിരുന്ന ഒരു മന്ത്രി, ക്യാബിനറ്റ് മന്ത്രി, അദ്ദേഹം ഒരു ഉപഹാര സമർപ്പണത്തിന് വേണ്ടി ഒരു കുഞ്ഞിന് കൊടുക്കുന്ന ഉപഹാരമാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, മണ്ഡലത്തിന് പുറത്തു പോയി എന്തിനാണ് ഉപഹാരം കൊടുക്കുന്നതെന്ന്. എത്ര നിരാശാജനകമായ, സത്യത്തിൽ എനിക്ക് ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ ആ മാധ്യമ പ്രവർത്തകന്റെ, എനിക്ക് അദ്ദേഹം ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാ, ഏത് മാധ്യമ സ്ഥാപനത്തെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം ആ ചോദ്യം ചോദിച്ചതെന്നും എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ കാര്യങ്ങളെ വിശകലനം ചെയ്യാനും അവിടെ ചോദ്യം ഉന്നയിക്കാനും പഠിച്ചു വച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ നിരാശപ്പെടുകയുള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. ആവർത്തിച്ച് ഇവിടെ ആന്റോ ആന്റണിയെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം, കോൺഗ്രസിന്റെ പ്രതിനിധി, പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ രേണുക അല്ലെങ്കിൽ ന്യൂസ് 18 പുറത്തുവിടാനാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ മറ്റാരെയും വെല്ലുവിളിക്കാൻ തയ്യാറാകുന്നില്ല. കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇതിലെ ഇൻവോൾവ്മെന്റിന്റെ കുറിച്ച് ഒരു തെളിവും പുറത്തുവിടാൻ ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്കൊരു ചോദ്യം അങ്ങയോട് ചോദിക്കാനുണ്ട്. ഇവിടെ 10 ജൻപതിൽ അങ്ങേയറ്റം സെക്യൂരിറ്റിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ബഹുമാനപ്പെട്ട അന്നത്തെ UPA ചെയർപേഴ്സൺ ആയിട്ടുള്ള ശ്രീമതി സോണിയാഗാന്ധി, ഈ സ്വർണം കട്ടു എന്നാരോപിക്കുന്നയാളും ആ കട്ട സ്വർണം വാങ്ങി എന്നാരോപിക്കുന്നയാളും അന്നത്തെ 2 പ്രധാനപ്പെട്ട MP-മാരും, ഇന്ന് അതിലൊരാൾ UDF-ന്റെ കൺവീനറാണ്, മറ്റൊരാളെ KPCC-യുടെ പ്രസിഡന്റായി ഒരു ഘട്ടത്തിൽ പരിഗണിച്ചിരുന്നയാളാണ്. അതുപോലെ തന്നെ മൺമറഞ്ഞുപോയ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ശ്രീ പ്രയാറുമായി എന്തിനാണ് ആ കൂടിക്കാഴ്ച നടന്നത് എന്നതിനെ സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകർ, കേരളത്തിലെ പൊതുജനങ്ങൾ ആവർത്തിച്ച്, നിയമസഭയ്ക്കകത്ത് MLA-മാർ ആവർത്തിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്കൊരു മറുപടി പറയാൻ കഴിഞ്ഞില്ലല്ലോ. ആ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് ഇവിടെ വന്നിരുന്ന് വെല്ലുവിളിക്കുന്നത്. കോൺഗ്രസിനെതിരായിട്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരായി ഇവിടെ പേര് പരാമർശിക്കപ്പെട്ട ആളുകൾക്കെതിരായി ഏതെങ്കിലും രൂപത്തിലുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ പുറത്തുവിടാൻ വേണ്ടി. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ച? നിങ്ങൾക്ക് വളരെ സിമ്പിളായി മറുപടി പറയാമല്ലോ. ആ കൂടിക്കാഴ്ച ഇന്നതിന് വേണ്ടിയായിരുന്നു, ആ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശ ലക്ഷ്യം ഇതായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയാത്തിടത്തോളം കാലം എത്ര സമുന്നതരായിട്ടുള്ള നേതാക്കളെന്ന് നിങ്ങൾ അരിയിട്ട് വാഴിച്ചാലും ശരി, അവർ സംശയത്തിന്റെ മുൾമുനയിലാണ്. ഇവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്ന് പറയുന്നത് കടകംപള്ളി ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടാണ് രേണുക ഇവിടെ ചോദ്യം ചോദിച്ചത്. അതുപോലെ തന്നെ നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധിയും ആ രൂപത്തിൽ ചില വാക്കുകൾ പറഞ്ഞു. എനിക്ക് നിങ്ങൾ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും പറയാനില്ല. ആരോപണം ആർക്കുമേലും ഉന്നയിക്കാം. ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ ഏത് രൂപത്തിലാണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അവിടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. എന്തെല്ലാം കള്ളത്തരങ്ങൾ ഈ സമീപകാലത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് എഴുന്നള്ളിച്ചു. അത് എഴുന്നള്ളിച്ചത് ചെറിയ ആളുകളല്ല. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ VD സതീശൻ, അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു വ്യവസായിക്ക് ഇതെടുത്ത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വിറ്റു എന്ന കള്ള പ്രചാരവേല ഈ കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ പ്രചരിപ്പിക്കുകയുണ്ടായി. ആ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്തു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചു. നിങ്ങളൊരു ഇതുമായി ബന്ധപ്പെട്ടൊരു കീറക്കടലാസിന്റെ തെളിവ് കോടതി മുമ്പാകെ ഹാജരാക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഹാജരാക്കാൻ സാധിച്ചോ? 2 ഉദ്യോഗസ്ഥരെ ഇതിനകത്ത് SIT-ക്കകത്ത് അനധികൃതമായി നിയമിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞ് പരസ്യമായ പ്രസ്താവന നടത്തി. നമ്മൾ ആലോചിക്കുക, ഈ SIT-യുടെ മേൽനോട്ടം പൂർണ്ണമായും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനാണ്. നമ്മൾ SIT-യെ സംശയിച്ചാൽ അത് പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മൾ സംശയിക്കുന്നത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ കൂടെയാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും അത് ചെവിക്കൊള്ളാതെ അദ്ദേഹം ഈ പ്രചരണ കോലാഹലം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഹൈക്കോടതി എന്താ ചെയ്തത്? ആ 2 ഉദ്യോഗസ്ഥരെയും ഈ ടീമിനകത്ത് ഉൾപ്പെടുത്തി. 2 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോർത്തുകയാണ് എന്ന കള്ളപ്രചാരവേല
മാധ്യമങ്ങളിലൂടെ അദ്ദേഹം വീണ്ടും നടത്തി. ആ രണ്ട് ഉദ്യോഗസ്ഥരെ ശരി. സംബന്ധിച്ചുള്ള തെളിവ് പുറത്തുവിടാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ബബ്ബ പറഞ്ഞു. ഇതാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഇപ്പോഴത്തെ ജോലി. തുമ്പും മുനയുമില്ലാത്ത, യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത അടിസ്ഥാനരഹിത ആരോപണങ്ങൾ നേതാക്കന്മാർക്ക് നേരെ ഉന്നയിക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം ചർച്ചകളിൽ നിന്നും ഒളിച്ചോടുക. ശരി. ഈ രൂപത്തിൽ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനം കഴിഞ്ഞ കുറച്ച് കാലമായി കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും പ്രത്യേകിച്ച് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുകയാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ സക്കറിയ ജോർജ്, നോക്കൂ, ഇവിടെ ഇപ്പോ SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ 4 പ്രതികൾ സ്വാഭാവിക ജാമ്യം വാങ്ങി പുറത്തെത്തുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴും കോടതി പറയുന്നു ശരിയായ ദിശയിലാണ് ഈ അന്വേഷണം നടക്കുന്നതെന്ന്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ ഈ അന്വേഷണ റഡാറിലേക്ക് വന്നിരിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഇത് ഏറ്റവും വലിയ കുരുക്കാകാൻ പോകുന്നത് LDF-നാണോ അതോ UDF-നാണോ? ഒരു സത്യം പറയാം. കോടതി ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് പറഞ്ഞാലും എനിക്ക് അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയുന്നില്ല. എല്ലാ കോടതിയോടുള്ള ബഹുമാനത്തോടു കൂടി പറയാം, 1988 പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് നിയമം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ആ സ്പെഷ്യൽ ആക്ടും പ്രകാരം വിജിലൻസിനെ ഇവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ SITക്ക് എൻ്റെ കാഴ്ചപ്പാട്, ഞാൻ വിജിലൻസിലെ ലോക്കലിൽ എല്ലാം ജോലി ചെയ്തവനാണ്, യാതൊരു അധികാരവുമില്ല അവിടെ പോയി റിപ്പോർട്ട് ഫയൽ ചെയ്യാനായിട്ട്. അത് വിജിലൻസിന് കൈമാറേണ്ടതാണ്. കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും. ലോക്കൽ പോലീസ് ചെയ്യേണ്ട ജോലി അല്ലെ SIT ചെയ്യേണ്ടത് അവരിൽ വരുന്ന കാര്യങ്ങളാണ്. അവർക്ക് മേജർ ലോയിൽ ഇതൊക്കെ കണ്ടുപിടിക്കാം, പക്ഷെ അത് അന്വേഷിക്കേണ്ടത് വിജിലൻസ് ആണ്. അത് വിജിലൻസിന് കൊടുക്കാത്തതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം. വിജിലൻസിന് ചെയ്യേണ്ട ജോലി നമുക്കറിയാം. ഒരു കാർഡിയോളജിസ്റ്റ് ചെയ്യേണ്ട സർജറി ന്യൂറോ സർജൻ ചെയ്യില്ല. ന്യൂറോ സർജൻ ചെയ്യേണ്ട സർജറി ഒരു കാർഡിയോളജിസ്റ്റ് ചെയ്യാൻ പാടില്ല. ആ പറയുന്ന സിദ്ധാന്തം പോലെ ലോക്കൽ പോലീസിലെ SIT സ്പെഷ്യലൈസ്ഡ് ആണ്. അവർ ഫോക്കസ് ചെയ്യേണ്ടത് ഈ മേജർ ക്രിമിനൽ ലോയിലുള്ള തട്ടിപ്പും കാര്യങ്ങളുമാണ് ചെയ്യേണ്ടത്. PC ആക്ടും പ്രകാരമുള്ള കേസ് കൈകാര്യം ചെയ്യേണ്ടത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ആണ്. അതിൻ്റെ മേളിൽ ഒരു DGP ഉണ്ട്, ഇവിടെയും ഒരു DGP ഉണ്ട്. അപ്പോൾ അത് ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ ആണ്. അത് ടോട്ടലി എംപവേർഡ് ആണ് അത് അന്വേഷിക്കാൻ. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ള വലിയൊരു ചോദ്യമാണ്. എന്നാൽ CBI വരുവാണെങ്കിൽ അതിനകത്ത് അവർക്ക് ആന്റി കറപ്ഷൻ ബ്യൂറോ ACB ഉണ്ട്, അവർക്ക് സ്പെഷ്യൽ ക്രൈമും ഉണ്ട്. അപ്പോൾ അത് ആ ഏജൻസിക്ക് രണ്ടും അന്വേഷിക്കാനുള്ള അധികാരമുണ്ട്. അവരെ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരവും അതുപോലെ PC ആക്ട് കൊണ്ട് അവരെ എംപവർ ചെയ്യുന്നുണ്ട്. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാത്തത് ഏറ്റവും വലിയൊരു തെറ്റായിട്ട് നമ്മുടെ നിയമവാഴ്ചയുടെ ഈ ഇന്ന് പോകുന്ന ആ യഥാർത്ഥ രീതികളെ ഇത് ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. ഇത് ചെയ്യാൻ പാടില്ല. നമ്മൾ ഓരോന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അതിൽ എംപവർ ചെയ്തവരെ ചെയ്യാൻ പാടുള്ളൂ. അത് കോടതി എന്തുകൊണ്ട് തീർച്ചയായും മേൽക്കോടതിയിൽ ഒരു പക്ഷേ ഈ കോടതി ഇടപെടലുകൾ അന്വേഷണത്തിൽ നടക്കുന്നതൊക്കെ ചോദ്യം ചെയ്യപ്പെടാം. ഈ കേസ് നിലനിൽക്കുമോ എന്നുള്ള ആശങ്കകളൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇപ്പോൾ നമ്മുടെ മുന്നിൽ നടക്കുന്നത് ഈ അന്വേഷണമാണല്ലോ ശ്രീ സക്കറിയ ജോർജ്. അതിൽ ഇവിടുത്തെ ഏറ്റവും മേൽ ഉള്ള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കുകയാണ്. അവിടെ SIT ശരിയായ വിധത്തിലാണ് ഈ അന്വേഷണം കൊണ്ടുപോകുന്നതെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഇതുവരെ LDF നേതാക്കളായിരുന്നു അല്ലെങ്കിൽ CPM നേതാക്കളായിരുന്നു അവരുടെ റഡാറില്ലെങ്കിൽ അത് UDF-ലേക്ക് തിരിയുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ പ്രതികളായിട്ടുള്ളവർ ഈ പണം നിക്ഷേപിച്ച സ്ഥാപനവുമായി ബന്ധപ്പെട്ടൊക്കെ കിടക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അത് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് പോവുകയാണ് SIT അന്വേഷണം എന്ന് കരുതണോ? അല്ല, ആരെ വേണേലും ചോദ്യം ചെയ്യാം, അതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ചോദ്യം ചെയ്യുമ്പോൾ തീർത്തും നിരപരാധികളായ വ്യക്തികളാണെങ്കിൽ അവരുടെ മേളിലൊരു ക്ലൗഡ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ വായിക്കാം. പക്ഷേ ഈ മനുഷ്യാവകാശമുള്ള ഒരു രാജ്യമാണ്, നമ്മളെ ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സിന്റെ ട്രീറ്റിയുടെ ഭാഗമാണ്. അപ്പൊ ഹ്യൂമൻ ഡിഗ്നിറ്റി അഫക്ട് ചെയ്യാൻ പാടില്ല. ഇല്ലാത്ത ഒരാളിനെ വെറുതെ വിളിച്ച് ചോദ്യം ചെയ്യാനും ഹരാസ് ചെയ്യാനും ഭരണഘടന ഒരിക്കലും പോലീസിന് അധികാരം കൊടുത്തിട്ടില്ല. അത് PR കപൂർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് സുപ്രീം കോടതി അസിഗ്നത്വമായി പറഞ്ഞിട്ടുണ്ട്, എ കൺട്രി ഹാവിംഗ് എ റിട്ടേൺ കോഡ് ഈസ് സുപ്രീം, നോബഡി ഈസ് എബോവ് ബിയോണ്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പോലീസ് കോൺസ്റ്റിറ്റ്യൂഷൻ മേളിലൊന്നും അല്ല. അപ്പോൾ പോലീസ് ഈ ഭരണഘടനയെ അനുസരിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. എനിക്ക് കോടതിയുടെ കാര്യത്തിലും പറയാനുള്ളത്,
1998 TDP നമ്പർ 5/1998 സ്വാമി ഭൂവാനന്ദ വേഴ്സസ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് കേസുണ്ടായിരുന്നു. അതിന്റെ 8ാമത്തെ പേജിൽ 15ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, once the gold covering work is completed, it is the duty of the authorities concerned to provide necessary security, and that even spending of monies for security arrangements is inevitable. 98 നമുക്കെല്ലാവർക്കും അറിയാം, ബഹുമാന്യായ യശസ്വീനായ നായനാർ സാറിന്റെ 3ാം മന്ത്രിസഭ ഇതായിരുന്നു. അവർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമായിരുന്നു എന്ന് നമുക്ക് അടുത്ത 99 ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് കൊണ്ട് പറയാം. Delay in complaining the court direction is time. Content of court case അത് കണ്ടംപ്റ്റ് ആണ്. സുപ്രീം കോടതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2016 ജനുവരി 27 ഒരു വിധി വന്നു. അത് തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറിന്റെയും അതുപോലെ അനു ശിവരാൻ മാഡത്തിന്റെയും വിധിയാണ്. അതിന് ആദ്യം വന്നത്, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ടൈം തരണം. അടുത്തത് ആദ്യത്തെ ചെയ്തത് സുപ്രീം കോടതി ജഡ്ജായി പോയ AR ലക്ഷ്മണൻ സാറും പിന്നെ പരേതയായ പിന്നെ ശ്രീദേവി മാഡമായിരുന്നു. 2ാമത്തേനകത്ത് തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറും അടുത്തത് ശിവരാജൻ മാഡമാണ്. 3ാമതൊരു വിധി വന്നു. അത് ഒരു ഗണപതി എന്ന് പറഞ്ഞ ഡോക്ടർ S ഗണപതി ഇട്ട കേസാണ്. അതിന്ന് ചെയ്തത് പിന്നെ റോയ് സാറ്, അദ്ദേഹം പിന്നീട് ചീഫ് ജസ്റ്റിസായി ഋഷികേഷ് റോയ്, അതുപോലെ ജയശങ്കർ നമ്പ്യാരും ഉണ്ട്. അതിനകത്ത് ശബരിമലയിലെ താന്ത്രിക് റൈറ്റിനെ പറ്റിയും അയ്യപ്പന്റെ തിരുവാഭരണമെല്ലാം പന്തളം കൊട്ടാരത്തിനെ ഏൽപ്പിച്ചത് തിരിച്ചു പിടിക്കണമെന്നും ദേവസ്വം ബോർഡിനെ, അപ്പം തിരുവാഭരണം ഇന്ന് ഇരിക്കുന്നതിന്റെ കാരണം ശബരിമല വരാത്തതുകൊണ്ടാണെന്ന് നമുക്ക് ബുദ്ധിയുള്ള, അല്ലെ സാധാരണ നമ്മുടെ ചർച്ചകളിലെ ഭാഷയിൽ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അതിനകത്ത് 5 പ്രയറാണ് പ്രധാനമായിട്ട്. അവിടെ സാധാരണ പിന്നെ പൂജാരിമാരെ കയറ്റണം, താന്ത്രിക് റൈറ്റ്സ് മാറ്റണം, പന്തള കൊട്ടാരത്തിന് അയ്യപ്പന്റെ മേലുള്ള ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണവുമായി നേരിട്ട് ബന്ധമുള്ള കാര്യമല്ലല്ലോ. ഇതൊക്കെ തടയാൻ പറ്റുന്ന മാർഗങ്ങൾ നേരത്തെ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ സംബന്ധിച്ചാണല്ലോ താങ്കൾ വിശദീകരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കും ആംഗിളും അതല്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇടപെടുന്നത്. 98 കോടതി വിധിയിൽ പിടിച്ചു വേണം ചെയ്യാൻ. കാര്യം ഇത് കഴിഞ്ഞിട്ട് ഒരു വ്യാജ ചമ്പോല ഇറങ്ങി മോൻസന്റെ അവിടുന്ന്. എന്തിനാണ് അത് പടച്ചുവിട്ടത്? നമ്മുടെ തിരിച്ചെത്താം. ശ്രീ കേണൽ ഡിന്നി, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട്, ഈ അന്വേഷണം കുറ്റപത്രം പോലും സമർപ്പിക്കാതെ പ്രതികൾ രക്ഷപ്പെടുന്ന പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടെന്ന്. സ്വാഭാവിക ജാമ്യം എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യത്തിൽ നിന്നുള്ള വിടുതലല്ല എന്നത് അദ്ദേഹത്തിന് അറിയാം. അപ്പോഴും അദ്ദേഹം ആരോപണം ആ നിലയിൽ ഉന്നയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. LDFനെയും UDFനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഈ വിഷയം തങ്ങളുടെ ഒരു സുവർണ അവസരമാക്കാനുള്ള ശ്രമമാണോ BJP ഇപ്പോൾ ഇതിൽ നടത്തുന്നത്? നോക്കൂ മാഡം, ഇതിനകത്ത് നേരത്തെ എന്നെക്കാട്ടി മുന്നേ സംസാരിച്ച ബഹുമാനപ്പെട്ട സക്രിയ ജോർജ് സർ, അതിനകത്ത് എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെ ഫാക്ച്വലി കറക്റ്റ് ആയിട്ടുള്ള കാര്യവും വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യവും നമ്മളെ പോലുള്ള ഭക്തജനങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ട് ഈ SITയുടെ ഇൻവെസ്റ്റിഗേഷൻ കറക്റ്റ് ആയിട്ട് പോകുന്നില്ല? അതിനകത്ത് ഞങ്ങൾ എന്തെങ്കിലും ഗോൾഡൻ അജണ്ടയാണോ എന്നല്ല. നമ്മളിവിടെ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, നമ്മൾ ഇതിനകത്ത് ഒരു ഭക്തജനങ്ങൾ എന്നല്ലെങ്കിൽ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ ഒന്ന് നോക്കൂ ഇവിടെ എന്താ സംഭവിക്കുന്നത്. 4 മാസത്തോളമായി ഈ SIT ഫോം ആയിട്ട് വന്നു. ആ SIT ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ നടക്കുന്ന ഒരു SIT ആണ്. പക്ഷെ ആ SIT കൊണ്ട് ഇത്രയും നാളായിട്ട് നമുക്ക് എന്ത് നേട്ടം അല്ലെങ്കിൽ എന്താണ് നമ്മൾ അറിയാൻ സാധിച്ചത് എന്ന് നോക്കുകയാണെങ്കിൽ ഒന്നും അറിയാൻ സാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താണ്, അതിന്റെ കൃത്യമായിട്ടുള്ള ഈ ഒരു കണക്ക് അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഓഫ് ഈ ഗോൾഡ് പോയി വളരെ സ്പെസിഫിക് ആയിട്ടുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഇതുവരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. വലിയ വലിയ ബിഗ് ഫിഷസ് ഉണ്ടെന്ന് ഹൈക്കോടതി തന്നെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ അവരെ പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പിന്നെ SIT ഇങ്ങനെ പോകുന്നത്? നോക്കൂ, ഇത് അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ലല്ലോ. കോടതി തന്നെ പറയുന്നല്ലോ ഇത് ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന്. ഇത് സങ്കീർണമായ കേസാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് കണ്ടെത്തുക, ശാസ്ത്രീയ പരിശോധന നമ്മൾക്കറിയാം ഇപ്പോൾ നടത്തിയതിൽ പോലും വ്യക്തതയില്ല. കൂടുതൽ പരിശോധനകൾക്കായി അയക്കുകയാണ് ഈ സ്വർണം സംബന്ധിച്ചുള്ള പരിശോധനകൾ. അപ്പോൾ വളരെ സങ്കീർണമാണ്, വലിയ വ്യാപ്തിയുള്ള കേസാണ്. അതിലൊരു കൃത്യസമയം വെച്ച് അന്വേഷണം പൂർത്തിയാക്കണം എന്ന് പറയാൻ പറ്റുമോ?
ആരും അങ്ങനെ പറയുന്നില്ല മാഡം. നോക്കൂ, 4 മാസമായിട്ട് 4 മാസം കൊണ്ട് ഇത്രയും മാത്രം മതിയോ എന്നുള്ളൊരു ചോദ്യമാണ്. എന്താണ് ഇത്ര മാത്രം മതിയോ? ഇത് മാത്രമല്ല, ഇപ്പം ഇതുകൊണ്ടല്ലല്ലോ നിൽക്കുന്നത്. ഇപ്പൊ ഇവിടെ ഫോട്ടോ വെച്ചിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോപണമാണ്. ഒരു കോൺഗ്രസ്സുകാർ ഒരു ഫോട്ടോ കാണിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ മറ്റൊരു ഫോട്ടോ കാണിക്കും. അപ്പൊ ആ ഫോട്ടോ വെച്ചിട്ട് ഏറ്റവും ഉന്നത തലത്തിലുള്ള ആളുകൾക്ക് ബന്ധമുണ്ട്, നേരിട്ടല്ലെങ്കിൽ പോലും ബന്ധമുണ്ട് എന്നുള്ള രീതിയിലേക്ക് വരുമ്പം നമ്മളെ പോലുള്ള സാധാരണക്കാർ എന്താണ് വിശ്വസിക്കേണ്ടത്? ഈ ഒരു സ്വർണ്ണക്കള്ള ഇതില് ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള സംശയം തോന്നുമല്ലോ. ആ സംശയത്തിന് ഉള്ള ഒരു പരിഹാരം ഈ SIT കണ്ടു കടത്തിയിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. അവിടാണ് ഞങ്ങൾ ഫസ്റ്റ് ദിവസം തൊട്ടേ പറയുന്നത്, ഈ SIT ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെ, അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ആണെങ്കിൽ തന്നെയും അതിനകത്തുള്ള ഓഫീസേഴ്സിന്റെ ഇന്റഗ്രിറ്റി ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ലെങ്കിലും പല രീതിയിലുള്ള സമ്മർദ്ദം അതിനകത്ത് ഉണ്ട് എന്ന്. നമുക്ക് ഒരൊറ്റ എക്സാമ്പിൾ പറയാം. ശ്രീ VD സതീശൻ ഒരു ദിവസം ഇങ്ങനെ അദ്ദേഹം പറയുന്ന കേട്ടു, എനിക്ക് നേരിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടി, അതായത് വലിയ ഹയർ ഒഫീഷ്യൽസ് ഈ SIT ഓഫീസേഴ്സിന്റെ മുകളിൽ പ്രഷർ ഇടുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുക? അപ്പം ഇന്ന് ശ്രീ അടൂർ പ്രകാശ് പറയാണ്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മേളിൽ നിന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു, അവിടെ എന്നെ പിടിച്ച് അവിടെ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന്, അതായത് വലിയ രീതിയിൽ ഞാനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് നിന്ന് സംസാരിച്ചു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള നരേറ്റീവ് സൃഷ്ടിക്കാൻ നടന്നു. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ രണ്ട് ഭാഗത്തുള്ള ആളുകളും ഇതുപോലത്തെ ആരോപണങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ യഥാർത്ഥ കള്ളന്മാരെ ഇതുവരെ പിടിക്കാൻ സാധിക്കാതെ ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് LDFും UDFും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമായിട്ട് മാറ്റുകയാണ്. ഒരു ഭാഗത്ത് ഇത് ഞങ്ങളല്ല ചെയ്തത്, മറ്റവരാണ് ചെയ്തതെന്നുള്ള രീതിയിലേക്കും, മറ്റവർ ഇതല്ല ഞങ്ങൾ മാത്രമല്ല അവരും ഉണ്ട്. ഇപ്പൊ ഒരു പേര്, ഒരു കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതരായിട്ടുള്ള പേര് പറഞ്ഞാൽ അത് അവര് അസംബ്ലി വരെ നടക്കാൻ സമ്മതിക്കത്തില്ല. ഇപ്പുറത്തെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മറ്റത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ എന്താണ് യഥാർത്ഥത്തിൽ കള്ളക്കന്മാരെ പിടിക്കാൻ പറ്റുന്നതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന EDയോ CBIയോ ഒക്കെ അന്വേഷിക്കുന്ന കേസുകൾ താങ്കൾ എടുക്കൂ. കൃത്യസമയത്ത് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ചില അന്വേഷണങ്ങൾ എവിടെ ഏത് നിലയിൽ എന്ന് പോലും പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടല്ലോ. അന്വേഷണ റഡാറിലുള്ള ആളുകൾ പാർട്ടി മാറിക്കഴിഞ്ഞാൽ ആ കേസ് തന്നെ ഇല്ലാതാകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. മാഡം, അത് വേറൊരു സബ്ജക്റ്റ് ആണ്, വേറൊരു ടോപ്പിക്കാണ്. മാഡം എന്നെ വിളിക്കൂ, നമുക്ക് അതിന്റെ ടോപ്പിക് മാറ്റാം. നമ്മൾ ഈ ഒരു ബാലൻസിംഗ് ആക്ട് അന്വേഷണ ഏജൻസികളാണല്ലോ. ഏതെങ്കിലും അന്വേഷണ ഏജൻസി കൃത്യസമയത്ത് 100 ദിവസം കഴിഞ്ഞു, എവിടെ എന്താണ് വ്യക്തത എന്നതാണല്ലോ താങ്കൾ ചോദിക്കുന്നത്. ഇത് ഏതൊക്കെ അന്വേഷണങ്ങൾക്ക് ബാധകം എന്നതാണ് ഞാൻ ചോദിച്ചത്. ഒരുപാട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളൊക്കെ കേരളം ഇതുപോലെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ഉത്തരം തന്നെയാണ് പറയുന്നത്. ഓരോ കേസ് ബൈ കേസ് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ഈ ഒരു വിഷയത്തിലാണ്, സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ സ്വർണ്ണത്തിന്റെ ഈ ഒരു ശബരിമല എന്ന് കട്ട കേസാണ്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതുപോലെ CBIയും EDയും അന്വേഷിച്ച് ഓരോ കേസിനെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പെർസ്പെക്ടീവ്സ് മാറും. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഇതിനെ കുറിച്ചാണ്. നമ്മൾ SIT സ്വർണ്ണക്കൊള്ള കേസിൽ നടത്തുന്ന അന്വേഷണം വേഗം പോരാ എന്നതാണ് BJPക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്. ഞാൻ അത് എടുക്കുന്നു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ മഹേഷ് പണിക്കർ, താങ്കൾക്ക് എന്നെ കേൾക്കാമെന്ന് ഞാൻ കരുതുന്നു. നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ സ്വർണ്ണ പരിശോധനയുമായി ബന്ധപ്പെട്ട് BSSയിൽ നടന്ന പരിശോധന, അതിൽ വ്യക്തത വരുന്നില്ല എന്നതാണ് അറിയുന്നത്. അത് കൂടുതൽ പരിശോധനയ്ക്കായി വീണ്ടും കൂടുതൽ വിദഗ്ധമായ പരിശോധനയ്ക്ക് വിനിയോഗിക്കണം എന്ന ഒരു കാര്യത്തിലേക്ക് SIT എത്തുന്നു എന്ന് മനസ്സിലാകുന്നു. കാലപ്പഴക്കം സംബന്ധിച്ചുള്ള വ്യക്തതയില്ല. സ്വർണം മുഴുവനായി, ഈ പാളികൾ മുഴുവനായി മാറ്റിയോ അതോ സ്വർണം മാത്രമാണോ മാറ്റി, അതിലൊന്നും വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ ഇനിയും അതിൽ കൂടുതൽ പരിശോധന വേണമെന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ അന്വേഷണം വൈകുന്നു. അന്വേഷണ സംഘത്തിന് ഇതുവരെ വ്യക്തമായ കാര്യങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല എന്ന വലിയ വിമർശനമാണ് വരുന്നത്. അതേസമയം മറ്റ് ചില ആളുകൾ കൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നു. അത് ഒന്ന് അടൂർ പ്രകാശാണ്, മറ്റൊന്ന് ആന്റണിയാണ്. എന്താണ് താങ്കൾക്കുള്ള ധാരണ? ശരിയായ ദിശയിൽ തന്നെയാണ് അന്വേഷണം എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് സ്വയമേധ എടുത്തൊരു കേസാണിത്. അപ്പം അത് അതിന്റെ ആ ഒരു വ്യാപ്തി ആദ്യം ആ ദ്വാരപാലക പാളി മാത്രം തുടങ്ങിയിട്ട് പിന്നെ കട്ടളയിലും പിന്നെ കഥകിലേക്കും പിന്നെ കൊടിമരത്തിലേക്കും വാജിവാഹനത്തിലേക്കും അങ്ങനെ ബാക്കിലോട്ട് കുറെ വർഷങ്ങളിലേക്ക് നീണ്ടു പോയതാണ്. അതിനകത്തെ വ്യാപ്തി കൂടിയതുകൊണ്ടാണ് ഒരു ചെറിയ ക്രൈമായിട്ട് നമുക്ക് അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ ആ ക്രൈമിന്റെ വ്യാപ്തി കൂടിയത് കൊണ്ടാണ് ഇതിന്റെ പ്രശ്നം വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കോൾഡ് ബ്ലഡഡ് ക്രിമിനൽ, അയാൾ വരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരാൾ, അയാളുടെ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, അവിടുത്തെ തന്ത്രി, അങ്ങനെ ഒരു വലിയൊരു ഗൂഢാലോചന ടീം ഉണ്ടാക്കിയിട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷിയിലും, ഇപ്പൊ ഒരു രാഷ്ട്രീയ കക്ഷിയിലെ തന്നെ അല്ല, അയാൾക്ക് ആവശ്യമുള്ള സമയത്തല്ല അവരുമായിട്ട് പലതരം ബന്ധം, രാഷ്ട്രീയം തന്നെയല്ല സിനിമാ മേഖലയിൽ
മേഖലയില്, വ്യവസായ മേഖലയില്, അല്ലെങ്കിൽ അങ്ങനെ മറ്റെല്ലാ തലത്തിലും എല്ലാ പോലീസിന്റെ ഇതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടും അല്ലെങ്കിൽ ജഡ്ജി അങ്ങനത്തെ ആൾക്കാരുമായിട്ടും എല്ലാ സമൂഹത്തിന്റെ എല്ലാ അധികാരത്തിന്റെ മേളിൽ നിൽക്കുന്ന എല്ലാ വർഗവുമായിട്ടും അയാൾ വ്യക്തമായ ബന്ധമുണ്ടാക്കി മനഃപൂർവ്വം ഇതുപോലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അയാളുടെ ആ ഗൂഢ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇവരെല്ലാം മുൻനിർത്തി അവരുമായിട്ട് ഫോട്ടോ എടുക്കുകയും ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതിന്റെ ഫോട്ടോ എടുക്കുകയും അല്ലെ അവരെയൊക്കെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കുകയും അല്ലെ അവരുടെയൊക്കെ വീടുകളിൽ പോവുകയും അങ്ങനെയൊക്കെ അയാൾ വളരെ പ്ലാൻഡ് ആയിട്ട് അയാൾക്കറിയാം ഇതൊരു ഈ ഗെയിമിനകത്ത് അയാൾക്ക് ഇവരുടെയൊക്കെ സഹായം, ഇവരുടെയൊക്കെ ഇമേജിന്റെയും ഇവരുടെയൊക്കെ ബ്രാൻഡിങ്ങിന്റെയും ഇവരെയൊക്കെ വെച്ച് ബ്രാൻഡ് ചെയ്താണ്, ജയറാമിനെ ഉൾപ്പെടെ വെച്ച് ബ്രാൻഡ് ചെയ്താണ് അയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, അല്ലെ ആ ഗ്രൂപ്പിന്റെ ആ കൊള്ള സംഘത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കലാകാലങ്ങളിൽ ശബരിമലയെ കൊള്ളയടിക്കുക എന്നുള്ളതാണ്. അപ്പം അത് അതിനകത്ത് അയാൾ ഭയങ്കരമായിട്ട് വിജയിക്കുകയും ചെയ്തു. അയാൾ സത്യം പറഞ്ഞ അയ്യപ്പ വിഗ്രഹം കൊണ്ടുപോകാൻ ആരുടെയോ ഭാഗ്യം, ഒരു കുറച്ച് നാളൂടെ ഇത് പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അയ്യപ്പ വിഗ്രഹം അയാൾ കടത്തിയാനേ. അത്രയ്ക്ക് സ്ഥാനമുള്ള, അതായത് ക്ഷേത്രത്തിനകത്ത് വരെ കയറത്തക്ക രീതിയിൽ തന്ത്രിയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ അതുപോലത്തെ ഒരാള് വലിയ വലിയ സോണിയാഗാന്ധിയുടെ ഒക്കെ എടുത്ത് മഹാതാന്ത്രികനായിട്ടൊക്കെ ചെല്ലത്തക്ക രീതിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നമ്മൾ ധീരേന്ദ്രസ്വാമി അല്ലെങ്കിൽ ചന്ദ്രസ്വാമി എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനെ അധികാരത്തിന്റെ ഇടനാഴിയിൽ ശരിക്കും വിലസിയ ഒരു സ്വാമി, അയാൾ അത്രയ്ക്ക് നികൃഷ്ടനായ ഒരു മനുഷ്യൻ. അപ്പം അങ്ങനെ ചെയ്ത ഒരാൾ അയാളുടെ കൊള്ളകൃത്യം ഇതിനകത്ത് ഇപ്പൊ ഓരോരുത്തർ അയാളെ അറിയുന്നവരെല്ലാം ഇപ്പം കുറ്റക്കാരും എന്താ പറഞ്ഞ അങ്ങനെ കൊലയാളികളും അല്ലെങ്കിൽ കാരാഗ്രഹത്തിലേക്ക് കയറാൻ പോകുന്നു, ഓരോ അറസ്റ്റിലേക്ക് നീങ്ങാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്ക് വരെ വളരത്തക്ക രീതിയിലാണ് അയാളുടെ ആ ഒരു ക്രൈമിന്റെ വലിപ്പം നിൽക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിനകത്ത് ഒരു കാര്യം, നമുക്ക് വേണ്ടത് ഇപ്പൊ എന്താ, അയ്യപ്പന്റെ അവിടുന്ന് ധാരപാലക പാളികൾ എങ്ങനെയാ കൊണ്ടുപോയി വിറ്റിരിക്കുന്നത്? ഉറപ്പായിട്ടും അത് വിശ്വാസക്കൊള്ളയുടെ ഭാഗമായിട്ട് മാറ്റിയതാണ്. കാര്യം ഇവിടുന്ന് 39 ദിവസം ഈ പാളി സഞ്ചരിച്ച് ഹൈദരാബാദിൽ പോയി തിരിച്ച് ഈ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ വന്നപ്പോൾ അതിനകത്ത് 4 കിലോ വ്യത്യാസമുണ്ട്. ആ ചെമ്പ് പാളിക്കകത്ത് 4 കിലോ വ്യത്യാസമുണ്ട്. ഒരു കാരണവശാലും ആ പാളി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാതെ 4 കിലോ വ്യത്യാസം വരത്തില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്തുനിന്ന് ഇവർ കൊണ്ടുവന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഒരു സാധനം ഉണ്ടാക്കി ഒറിജിനൽ അവർ മാറ്റിയിട്ട് ഇത് ആ രീതിയിലൊന്നും അന്വേഷണം ആദ്യ കാലത്ത് പോയിട്ടില്ല. പിന്നെ ഈ പൂജകൾ നടന്നത് വെച്ച് പോയിട്ടില്ല. അതൊക്കെ വളരെ അടുത്ത കാലത്താണ്. കാര്യം അന്വേഷണത്തിന്റെ വ്യാപ്തി കൂടിയതനുസരിച്ചിട്ട് ഇതിന്റെ അന്വേഷണം പല രീതിയിൽ സ്കാറ്റർ ചെയ്തു. ഒരേ രീതിയിൽ ആ ധാരപാലക പാളി എന്ന് പറഞ്ഞിട്ടല്ല അവർ പോയത്. അടുത്ത കാലത്താണ് അങ്ങനെ വന്നത്. ഇതിനകത്ത് എല്ലാവർക്കും, സമൂഹത്തിലെ എല്ലാവർക്കും, മാധ്യമങ്ങൾക്കും ഒക്കെ ഉണ്ട് ഓരോ സംശയവും ഓരോ ഫോട്ടോയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ വരുന്നതനുസരിച്ച് SITയുടെ അന്വേഷണം ആദ്യത്തിലേക്ക് പോയി. നമുക്കറിയാം രമേശ് ചെന്നിത്തല അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഡി മണി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അവിടെ പോയി ഒരു 10-15 ദിവസം അവിടെ പോയി അതിന്റെ പിന്നെ അന്വേഷണത്തിൽ പോയി മറ്റു പല കാര്യങ്ങളിലും പറയൽ ഇപ്പം കൊടിമരം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്ക് SIT നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. വളരെ പരിമിതമായ ഇത്രയും സ്മാർട്ടായിട്ടുള്ള അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഹാൻഡ് പിക്ക് ചെയ്ത ഉദ്യോഗസ്ഥരാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരാണ്. അവരെ ഒരു തരത്തിലും കുറ്റം പറയാൻ പറ്റില്ല. അവര് ഈ പറഞ്ഞിരിക്കുന്ന അന്വേഷണം എല്ലാം എങ്ങനെ പറ്റത്തുള്ളൂ. ഒരാളെ കുറിച്ച് ഒരു ആരോപണം വന്നാൽ അതൊരു മൊഴി എടുക്കുക, ആ മൊഴിയിൽ നിന്ന് വൈരുദ്ധ്യം വരികയാണെങ്കിൽ ആ വൈരുദ്ധ്യം വെച്ചിട്ട് പിന്നല്ലേ അവരെല്ലാം കൊടുക്കാൻ പറ്റൂ. കാര്യം ഇതിനകത്ത് പാളിയുടെ പറയുള്ള അന്വേഷണം ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഊർജ്ജസ്വലമായിട്ട് വരുന്നത്. ഈ പാളി തിരിച്ചു കിട്ടണേ ഈ രീതിയിൽ തന്നെ ഇവരുടെ ബാക്കി ബന്ധങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാക്കി കള്ളത്തരവുമായിട്ടും സാമ്പത്തികപരമായിട്ടും ഇടപാടുകൾ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി മാത്രമേ അത് കണ്ടെത്താൻ പറ്റൂ. അവിടെ ശ്രീ നിജേഷ് അരവിന്ദ് നോക്കൂ, ഈ പ്രതികൾ ഈ ഏർപ്പാടൊക്കെ ചെയ്ത് ഈ പണം ആർക്ക് അല്ലെങ്കിൽ ഈ സ്വർണം ആർക്ക് കൈമാറി, ആരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ എന്നതുകൂടിയാണല്ലോ കണ്ടെത്തേണ്ടത്. അവിടെ അന്വേഷണം UDFന്റെ നേതാക്കളിലേക്ക്, കോൺഗ്രസിന്റെ ആളുകളിലേക്ക് എത്തുന്നു. അവരിൽ നിന്ന് വിവരം ശേഖരിക്കാൻ വിളിക്കുമ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണമാണ് ഇന്നലെ KC വേണുഗോപാൽ ഉൾപ്പെടെ ഉന്നയിച്ചത്. അതെങ്ങനെയാണ് അന്വേഷണം തങ്ങൾക്ക് വേണ്ടുന്ന ആളുകളിലേക്ക് എത്തുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതവും അല്ലാത്തപ്പോൾ അത് സ്വീകാര്യവുമാകുന്നതെന്ന് ഒരു ചോദ്യമില്ലേ? സാമാന്യമായും ഇത് കേൾക്കുമ്പോൾ ജനങ്ങൾ ആലോചിക്കില്ലേ ഇവരെന്താ പറയുന്നതെന്ന്? ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ഒരു വെട്ടിൽ പെട്ടുപോയപ്പോൾ അതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന ഒരേർപ്പാടാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2019 മുതൽ ഭരണത്തിലിരുന്ന ഒരു സംവിധാനം, 2016 മുതൽ കേരള ഭരണം നടത്തുന്ന ആളുകൾ ഏൽപ്പിച്ചു കൊടുത്ത സംവിധാനം, അത് 2026 അതിൻ്റെ മരണമണി മുഴങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായി അവിടെയുള്ള ചില മോഷണം പിടിക്കപ്പെടുന്ന സമയത്ത് ഉരുണ്ടു കളിച്ചു കേരളത്തിലെ ഗവൺമെന്റ് ആദ്യഘട്ടത്തിൽ. അന്വേഷണം നടത്താതെയും അന്വേഷണത്തിന് വൈകിപ്പിച്ചുമൊക്കെ അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് വെച്ച് അന്വേഷണത്തെ ത്വരിതപ്പെടുത്തിയ സമയത്ത് ആ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രത്തിനെ ദീർഘനാളായി പുറത്തു നിർത്തിക്കൊണ്ട് അകത്തേക്ക് കയറ്റാൻ ശ്രമിക്കാതെ, ജയിലിനകത്താക്കാൻ ശ്രമിക്കാതെ നിർത്തി. പക്ഷേ അവസാനം പോറ്റി അകത്തായപ്പോൾ 1 by 1 ആയിക്കൊണ്ട് CPMന്റെ കേരളത്തിലെ അറിയപ്പെടുന്ന നേതാക്കന്മാർ, അത് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലറയ്ക്കുള്ളിലേക്ക് പോകുന്ന സാഹചര്യം വന്നു. അവർ ജയിലറയ്ക്കുള്ളിൽ തന്നെ കിടക്കുന്ന സാഹചര്യം വന്നു. അപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വീണ്ടും അന്വേഷണം വൈകിപ്പിച്ച് കുറ്റപത്രം പോലും നൽകാതെ അവർ പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യമായ നടപടികളിലേക്ക് പോയി. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കേരളത്തിലെ ജനത ഒന്നടങ്കം
ഈ ഭരണ സംവിധാനം ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിന് കുടപിടിച്ചു കൊടുത്തു എന്ന വിശ്വാസത്തിലേക്ക് എത്തിയപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയ ഒരു രാഷ്ട്രീയ അജണ്ട, രാഷ്ട്രീയ പ്രൊപ്പഗൻഡ CPM-ന്റെ ഭാഗത്തുണ്ടായി. അങ്ങനെയാണ് ശിവൻകുട്ടിയെ പോലെയുള്ള ആളുകൾ സോണിയാഗാന്ധിയെ വലിച്ചിഴച്ച് അവരെ അറസ്റ്റ് ചെയ്യണമെന്നും അവരെ അന്വേഷണത്തിന്റെ ഭാഗമാക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് പിറ്റേ ദിവസം തന്നെ ചീറ്റിപ്പോയി. CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ സോണിയാഗാന്ധിയെ പിടിച്ചു കൊണ്ടുവന്ന് ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്ന നിലപാടെടുത്തപ്പോൾ അടുത്ത ആളെ പിടിക്കാനുള്ള ശ്രമം നടത്തി. അപ്പോൾ അത് എല്ലാ സ്വാധീനവും വെച്ചുകൊണ്ട് അടൂർ പ്രകാശ് MP-യിലേക്കും ആന്റോ ആന്റണിയിലേക്കും ഏതെങ്കിലും ഒരു ചോദ്യമുന നീണ്ടു കഴിഞ്ഞ് ബാക്കി എല്ലാത്തതിനെയും മറച്ചു വെക്കാം എന്നൊരു ധാരണ CPM-ന്റെ ഏതോ ബുദ്ധി കേന്ദ്രങ്ങളിലുണ്ടായി. നിർഭാഗ്യവശാൽ താങ്കളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ അതിന് പരമാവധി സപ്പോർട്ട്, കാരണം ഇല്ലാത്ത ഒരു കാര്യം ആരോപണ വിധേയർ എന്നും റഡാറിലേക്ക് എത്തുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾ വിശ്വസിക്കും. ശബരിമല കൊള്ളക്കേസിൽ ഇവരുമുണ്ടല്ലോ എന്നൊരു വിശ്വാസം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോവുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഈ കാര്യത്തിൽ ഒരു കാര്യത്തിലും ഭയമില്ല, പേടിയില്ല. കാരണം ഈ ഏർപ്പാട് നടത്തുന്ന ആളുകളല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ UDF-ഓ. ശബരിമലയ്ക്കകത്ത് പോയി അവിടെയുള്ള സാധനം മോഷ്ടിച്ചെടുത്ത് വിറ്റ് പണക്കാരാവുക എന്ന ഏർപ്പാടൊന്നും വിശ്വാസപരമായി തന്നെ അതിനകത്തേക്ക് പോകുന്ന ഒരു കോൺഗ്രസുകാരനും ചെയ്യില്ല. വിശ്വാസികളെയാണ് ഞങ്ങൾ പൊതുവായിട്ട് ശബരിമലയ്ക്കകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത്. പ്രയാർ ഗോപാലകൃഷ്ണൻ ഇത് സ്വാഭാവിക നടപടിയാണ്, യാതൊരു അസ്വാഭാവികതയും ഇല്ല എന്ന് പറഞ്ഞത് അടൂർ പ്രകാശ് തന്നെയാണ്. ഇന്നാണ് അദ്ദേഹം അല്പം കൂടി ടോൺ മാറ്റി സംസാരിച്ചത്. ഇന്നലെ അദ്ദേഹം ഇത് ഒരു സ്വാഭാവിക നടപടി എന്ന നിലയിലാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ സുരേഷ് കുമാർ, നോക്കൂ, ഇവിടെ ആരോപണം ഇപ്പോഴും CPM-ന് നേരെയാണ്. കാരണം ഇനിയും സ്വാഭാവിക ജാമ്യം കാത്ത് കിടക്കുന്നത് CPM നേതാക്കളാണ്. ഇന്ന് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് നിങ്ങൾ ആഘോഷമാക്കുമ്പോൾ തന്നെ കടകംപള്ളിയുമായുള്ള മറ്റൊരു ഫോട്ടോ പുറത്തു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ന്യായീകരണം, നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ന്യായീകരണവുമായി ബന്ധമില്ലാത്തതാണ്. മറ്റൊരു കാര്യം ഇപ്പോൾ നിജേഷ് ചൂണ്ടിക്കാട്ടിയത്, എന്തുകൊണ്ട് കുറ്റപത്രം വൈകുന്നു, തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കുറ്റപത്രം മാക്സിമം വൈകിപ്പിക്കുക എന്ന ഒരു സാഹചര്യം ഏറ്റവും ഗുണകരമാകുന്നത് ആർക്കാണ്? നിങ്ങളെപ്പോലെയുള്ളവർക്കാണ്. അകത്ത് കിടക്കുന്നവർക്കെതിരെ പോലും നടപടിയെടുക്കാത്ത നിങ്ങൾക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ആവശ്യമുള്ളത്. അപ്പോൾ കുറ്റപത്രം വൈകിപ്പിക്കുക, അല്പം തന്ത്രപരമായി ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ ചില നേതാക്കളെ ഇതിലേക്ക് കൊണ്ടുവരിക, ഒപ്പം തന്നെ നടപടികൾ വൈകിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിച്ചെടുക്കുക, അതിനുള്ള ആസൂത്രണമാണ് ഇതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. രേണുക, നോക്കൂ, ഈ പറഞ്ഞ കാര്യത്തിൽ ഞാൻ കൃത്യമായി കുറ്റപത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിന് കൃത്യമായി മറുപടി പറയാം. 2 മിനിറ്റ് എനിക്ക് സമയം തരണം. ഒന്ന്, കോൺഗ്രസിന്റെ നേതാക്കന്മാർ നിരന്തരമായി ഇന്നലെ മുതൽ മാധ്യമങ്ങളെയും അതുവഴി മാധ്യമങ്ങളിലൂടെ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ കൃത്യമായി അവർ ഒരു ക്യാപ്സ്യൂള് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. വൃഥാവിലാണ് ആ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊരു വശത്തുകൂടെ പറയുമ്പോൾ ബഹുമാന്യനായിട്ടുള്ള ആറ്റിങ്ങൽ MP, UDF-ന്റെ കൺവീനർ, അദ്ദേഹം തന്നെ പുറത്തിറങ്ങി മാധ്യമങ്ങളോട് ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്. അത് ഒരു സൂചനയാണ്. ഈ ഭരണം പോവും, UDF-ന്റെ ഭരണം വരാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹത്തിന് ഒളിക്കാനൊന്നുമില്ല എങ്കിൽ അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ പറയേണ്ടത്? അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് എന്തായിരുന്നു? ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഇത് CPM-ഓ അല്ലെങ്കിൽ ഇപ്പൊ കേരളം ഭരിക്കുന്ന മന്ത്രിസഭയോ പ്ലാൻ ചെയ്യുന്ന കേസാണ് എന്ന രൂപത്തിലാണ്. ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത മറ്റ് 1-2 വ്യക്തികൾ ഇതിനെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാനത് പ്രോംപ്റ്റ് ചെയ്യുന്നില്ല. കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണ പുരോഗതി വളരെ കൃത്യമായി സീൽഡ് കവറിൽ ദൈനംദിനം അല്ലെങ്കിൽ നിശ്ചിതമായ ഇടവേളകളിൽ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കേസാണ്. അപ്പൊ ആ കേസിനകത്ത് വളരെ കൃത്യമായിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നു വരുന്നത്. ആ അന്വേഷണത്തെ സംബന്ധിച്ച് ഇവിടെ കൃത്യമായി പറഞ്ഞു, ആദ്യം തുടങ്ങിയതിൽ നിന്ന് ഒരുപാട് എക്സ്പാൻഡ് ചെയ്യേണ്ടി വന്നു ഈ കേസ്, നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ വിശാലമായിട്ടുള്ള നിലയിലേക്ക് കേസ് പോകുമ്പോൾ ഈ കേസ് ഇന്നടുത്ത് വെച്ച് അവസാനിപ്പിക്കണം എന്ന് ആർക്കും ഒരു തിട്ടൂരം ഇതിനകത്ത് പുറപ്പെടുവിക്കാൻ വേണ്ടി കഴിയില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയും, അദ്ദേഹം ഈ വാക്ക് അടിവരയിട്ട് പറഞ്ഞു, കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയും ശബരിമലയിലോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലോ മുതൽ കക്കുന്ന പ്രവണത കാട്ടുന്നവരല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ശർക്കര അഴിമതി നടത്തിയത് ആരുടെ കാലത്താണ്? കോൺഗ്രസിന്റെ കാലത്താണ്. പാത്രം അഴിമതി, പാത്രം വാങ്ങി എന്ന് പറഞ്ഞ് വ്യാജ ബില്ല് ഹാജരാക്കിയത് ആരുടെ കാലത്താണ്? കോൺഗ്രസ് കേരളം ഭരിക്കുമ്പോഴാണ്, കോൺഗ്രസ് ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോഴാണ്, അതിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. ശാസ്താ ക്ഷേത്രത്തിൽ സ്വർണം പൂശിയപ്പോൾ 4.5 കിലോ സ്വർണം കാണാതായത് ആരുടെ കാലത്താണ്? കോൺഗ്രസിന്റെ കാലത്താണ്.
ഈ സിമന്റ് കൊടിമരം മാറ്റി സ്വർണ്ണ കൊടിമരം, സിമന്റ് കൊടിമരം ആകെ കാലഹരണപ്പെട്ടുപോയി. അതുകൊണ്ട് സിമന്റ് കൊടിമരം മാറ്റണം എന്ന തീരുമാനം കൈക്കൊണ്ടത് ആരുടെ കാലത്താണ്? കോൺഗ്രസിന്റെ കാലത്താണ്. വെറുതെ വന്നിരുന്ന് ബിഡായി പറയരുത്. കോൺഗ്രസ്സുകാർ പറയുന്നത് നിങ്ങൾ മറ്റെവിടെയെങ്കിലും ചെന്നിരുന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും, ഇവിടെ വന്നിരുന്ന് പറയരുത്. അത് വളരെ മോശപ്പെട്ട ഒരു പ്രവണതയാണ്. ഞാൻ അത് മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. ഇവിടെ ചോദിച്ചൊരു കാര്യം, കുറ്റപത്രം സമർപ്പിക്കാത്തതല്ലേ പ്രതികൾക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ജാമ്യം കിട്ടാനുള്ള അവസരം ഉണ്ടാകുന്നത് എന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്ന സന്ദർഭത്തിൽ തന്നെ പറഞ്ഞു, അങ്ങനെ ഒരു കൃത്യതയില്ലാതെ വേണ്ടത്ര ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവത്തിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടാൽ ഈ കേസ് ആത്യന്തികമായി പരാജയപ്പെടുന്നതിന് അത് കാരണമായി തീരും. അത് വളരെ കൃത്യമായി നിയമവിദഗ്ധർക്കും ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹ പാനലിസ്റ്റുകൾക്കും വളരെ കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ്. VSSC-യിലടക്കം അതിന്റെ ശാസ്ത്രീയ തെളിവുകൾ ഈ ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. മാധ്യമങ്ങൾ, സബ്ജക്ട് എക്സ്പേർട്സ് ഒക്കെ പല ഘട്ടങ്ങളിൽ അത് മാധ്യമങ്ങളിലൂടെ അത് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ശാസ്ത്രീയമായ തെളിവുകളും മറ്റ് ഡോക്യുമെന്റ്സും ഈ കേസിന്റെ മുഴുവൻ കാര്യങ്ങളും ഈ ക്രിമിനൽ കോൺസ്പിറസി ഏതറ്റം വരെ പോയി എന്നത് എത്തിയതിനു ശേഷം മാത്രമേ കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് ഭംഗ്യേന്തരേണ നിയമവിദഗ്ധരടക്കം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അല്ലാതെ ആരെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാരോ സർക്കാർ ഏജൻസികളോ അങ്ങനെ ഇടപെട്ടാൽ ആ നിമിഷം അത് ഹൈക്കോടതിയുടെ പരാമർശത്തിന് വിധേയമാകും. സർക്കാർ ഉൾപ്പെടെ ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടും. അതറിയാവുന്ന ജനങ്ങളെയാണ്, കേരളത്തിലെ ജനങ്ങളെയാണ് കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയും ഒന്നോ രണ്ടോ ആളുകളും വന്നിരുന്ന് ഇങ്ങനെ തുടർച്ചയായി പറ്റിക്കാൻ വേണ്ടി നോക്കുന്നത്. കോൺഗ്രസിന് മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഒളിച്ചു വെക്കാനുണ്ടാകും. അതുകൊണ്ടാണ് അവർ എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കണം, എത്രയും പെട്ടെന്ന് ഈ കേസ് അവസാനിപ്പിക്കണം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ കേസ് ഇനി ഒരു കടമ്പ കൂടെ മുന്നോട്ട് പോകരുത്. പോയാൽ പിടിയിലാകുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. കോടിക്കണക്കിന് രൂപയുടെ വിനിമയം. പക്ഷേ നമുക്ക് ഇപ്പോഴറിയാം, അകത്ത് കിടക്കുന്ന പ്രധാനപ്പെട്ട 2 പേർ CPM-കാരാണ്. ഇന്നും കടകംപള്ളിക്കെതിരെ ആരോപണമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ശരിയായ രീതിയിൽ അത് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. താങ്കൾക്കും ഈ ചർച്ചയിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. 2.5 കോടി രൂപയുടെ ഒരു ഒളിച്ചുവെക്കലും ഒരു ആരോപണവും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. അന്വേഷണം അതിന്റെ, എനിക്ക് തോന്നുന്നു അതിന്റെ ക്ലൈമാക്സിലേക്കൊന്നും എത്തിയിട്ടില്ല. അതിന്റെ വിവിധ വശങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇവിടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെയും നമുക്ക് സംശയകരമായിട്ടുള്ള വാക്കുകൾ. ശരി, താങ്കൾ അത് വിശദീകരിച്ചല്ലോ ശ്രീ സക്കറിയ ജോർജ്. നോക്കൂ, ഇവിടെ ഇപ്പോ ഈ പണം ആർക്ക് കിട്ടി എന്നതാണല്ലോ, ഇതിന്റെ ഗുണഭോക്താക്കൾ ആര് എന്നതാണല്ലോ. അവിടെയാണ് തന്ത്രി പണം നിക്ഷേപിച്ച സ്ഥാപനം. അവിടെ നിന്ന് ആന്റണി MP-ക്ക് ഏതാണ്ട് സമാനമായ തുക കൈമാറിയിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒന്നും പറയാനില്ല എന്നതാണ് MP നൽകുന്ന മറുപടി. ഇത് ഏത് തരത്തിൽ വന്നു, എത്ര എമൗണ്ട് കിട്ടി, എത്ര തിരിച്ചു കൊടുത്തു, ഇതിലൊന്നും വ്യക്തത വന്നിട്ടില്ല. ഏതാണ്ട് 2 ദിവസമാകുന്നു ഈ ആരോപണം ഉന്നയിച്ചിട്ട്. അപ്പോൾ കൂടുതൽ ഇപ്പോൾ ആരോപണ മുനയിലായിരിക്കുന്നത് UDF നേതാക്കളാണോ? സാമ്പത്തിക ഇടപാട് എന്ന് പറയുമ്പോൾ അത് സംബന്ധിച്ചുള്ള സംശയം ഉയരുമ്പോൾ അവർക്കെതിരെ കൂടുതൽ അന്വേഷണവും സംശയവും ഉയരുകയല്ലേ? ഇതിലെ തന്ത്രിയുടെ സ്വത്തിനെ പറ്റി കാര്യമായിട്ട് SIT ടീം പോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യമേ ED പോയിട്ടാണ് അവിടെ പോയ ഡോക്യുമെന്റ്സ് ഒക്കെ എടുക്കുന്നത്. അവർ ദേവസ്വം ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയിട്ട് എടുത്തതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അവിടെ പോയി ഇങ്ങനെയുള്ള ഒരു ടേൺ ഉണ്ടായത്. SIT എനിക്ക് തോന്നുന്നത് അവർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് സർക്കുലർ പ്രകാരം പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളത് ഞാൻ കരുതുന്നു. ഹൈക്കോടതി എന്തുകൊണ്ട് ഇതിനകത്ത് പ്ലാൻ ഓഫ് ആക്ഷൻ എന്തുകൊണ്ട് എൻ്റെ ഒരു കോപ്പി തരാനായിട്ട് ആവശ്യപ്പെടുന്നില്ല? ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഇല്ലെങ്കിൽ യു ക്യാൻ ടേക്ക് എനി റോഡ്, ഇഷ്ടമുള്ളിടത്തൂടെ പോകാം, ഇഷ്ടമുള്ള കാണിക്കാം. പ്ലാൻ ഓഫ് ആക്ഷൻ എഴുതി സീനിയർ ഓഫീസറിനെ കൊണ്ട് അപ്രൂവ് ചെയ്യിപ്പിക്കണം. ഇത് ADGP ഉള്ളത് കൊണ്ട് DGP അപ്രൂവ് ചെയ്ത് കൊടുക്കണം പ്ലാൻ ഓഫ് ആക്ഷൻ. പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കി കഴിഞ്ഞാൽ അവർക്ക് ഡീവിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അന്വേഷിച്ച് വരുമ്പോൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്ലാൻ ഓഫ് ആക്ഷന് അഡീഷണൽ പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാകും. അത് അപ്രൂവ് ചെയ്യണം. അത് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ആണ്. അതിൽ നിന്ന് അവർക്ക് വയലേറ്റ് ചെയ്യാനോ ഡീവിയേറ്റ് ചെയ്യാനോ പാടില്ല. ഇപ്പോൾ VSSC കൊണ്ട് പരിശോധിച്ചെന്ന് പറയുന്നു, അത് തീർത്തും ഇല്ലീഗലാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം അപ്രൂവ് ചെയ്യപ്പെട്ട ഒരു പോലീസിന്റെ ഏജൻസി അല്ല VSSC. അത് ഉന്നത സ്ഥാപനമാണ്, സംശയമില്ല. ISRO, VSSC, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, അതൊക്കെ വലിയ സ്ഥാപനങ്ങളാണ്. പക്ഷേ ഇന്ത്യയിലെ തെളിവ് നിയമം പ്രകാരം അവർക്ക് അധികാരമില്ല. സർക്കുലർ 31/2004 ഇന്ത്യയിലെ ടെസ്റ്റ് ലാബ് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇട്ട് 199 ടെസ്റ്റ് ലാബും
4 സെൻട്രൽ ഫോറൻസിക് ലാബ്, അത് സെൻട്രൽ ഫോറൻസിക് ലാബ് CBIയുടെ കീഴിലാണ്. പിന്നെ 20 സ്റ്റേറ്റ് ലാബും ഉണ്ട്. ഇതാണ് ഓതറൈസ്ഡ്. ഇതിനവിടെ എവിടെ പോയാലും നാളെ അതും കൊണ്ട് കോടതി ചെല്ലുമ്പോൾ കോടതി അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കോടതി അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ വഴി അപ്രൂവ് ചെയ്ത സാധനങ്ങളിലേ പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഇല്ലാത്ത ഒരു സാധനം ഇതാണ് സർക്കുലർ 31/2004. ഇതിനകത്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ എന്തിന് ഇതിൽ നിന്നൊക്കെ ഡീവിയേറ്റ് ചെയ്ത് ഇഷ്ടമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ അവകാശമില്ല. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും പോലീസ് മാനുവലിനകത്തും പറയുന്ന കാര്യങ്ങൾ പ്രകാരമാണ് അവർ അന്വേഷണം നടത്തേണ്ടത്. അവർക്ക് ഇഷ്ടാനിഷ്ടങ്ങൾ ചെയ്യാനുള്ളത് ഈ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പോകുന്ന ഏജൻസിക്ക് ഇഷ്ടമുള്ള ചെയ്യാനും പൊളിറ്റിക്കൽ ലീഡർഷിപ്പും എല്ലാം പറഞ്ഞെങ്കിൽ അതൊന്നും ചെയ്യാൻ അവകാശമില്ല. അത് പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ദ കമ്മിറ്റ്മെന്റ്, ഡിവോഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി ഓഫ് ദ പോലീസ് ഷാൽ ബി ഓൺലി ടു ദ റൂൾ ഓഫ് ലോ. രാജ്യത്തെ നിയമം അനുസരിച്ച് മാത്രമാണ്, അല്ലാതെ പൊളിറ്റിക്കൽ ഡിക്റ്റേറ്റ്സ് അല്ല എടുക്കേണ്ടത്. അത് കണ്ടെടുത്ത് സുപ്രീം കോടതി പറഞ്ഞു, ദ പോലീസ് ഹാവ് ബിക്കം മിയർ ടൂൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി അൺസ്ക്രൂപ്ലസ് പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സ്. അതായത് തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയക്കാരുടെ ചട്ടുകങ്ങളായി പോലീസ് മാറി എന്ന് പറയുന്നു. അത് പോലീസിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്റഗ്രിറ്റിയാണ് കളഞ്ഞേക്കുന്നത്. ഇനി ഞാൻ പറയുന്നു, 2009 ഒരു സർക്കുലർ ഇറങ്ങിയായിരുന്നു, സെക്യൂരിറ്റി ഓഫ് പ്ലേസസ് ഓഫ് പബ്ലിക് റിലീജിയസ് വർഷിപ്പ്. ഇത് എന്ത് ചെയ്തു? ഇതനുസരിച്ച് ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ? ആദ്യം 98 ഉത്തരവ് പ്രകാരം അന്നത്തെ ക്യാബിനറ്റ് ഇതിന് അനുവാദം കൊടുക്കണം. കാരണം പോലീസ് ദേവസ്വം ബോർഡിന്റെ കീഴിലല്ല. ദേവസ്വം ബോർഡിലെ ശബരിമലയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നവർക്കെല്ലാം കാശടയ്ക്കണം സർക്കാരിന്റെ ട്രഷറിയിൽ. അപ്പം തീർച്ചയായിട്ടും ക്യാബിനറ്റ് കൂടിയിട്ട് അന്ന് തീരുമാനം എടുക്കണം. ഫിസിക്കൽ സെക്യൂരിറ്റി വേണം, ഇലക്ട്രോണിക് സെക്യൂരിറ്റി വേണം. ഈ സെക്യൂരിറ്റി ഒന്നും ചെയ്തില്ലെങ്കിൽ 98 ഓർഡർ മുതൽ ഇന്നു വരെയുള്ള എല്ലാ സർക്കാരുകളും എക്സ് ഓർ വൈ, എനിക്ക് പൊളിറ്റിക്സ് ഇല്ല, എനിക്ക് രാജ്യസ്നേഹമേ ഉള്ളൂ, അപ്പം അവരെല്ലാവരും ഉത്തരവാദിയാണ്. ഈ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കേണ്ടതും രാജ്യത്തെ എല്ലാ റിലീജിയസ് പ്ലേസസിലെ സ്വത്ത് രാജ്യത്തിന്റെ സ്വത്തായതുകൊണ്ട് അത് സംരക്ഷിക്കേണ്ട ചുമതല മാറി മാറി വരുന്ന സർക്കാരുകൾ കൊണ്ട് അവരതിൽ തെറ്റ് കാണിച്ചാൽ they will be made accountable by the people in democracy. തീർച്ചയായും. എന്തായാലും ശ്രീ ഡിന്നി നോക്കൂ, ഇപ്പോൾ ED ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന് പറഞ്ഞൊക്കെ മേടിച്ച തുകയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വ്യക്തത വരുത്തുമെന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ CBI അന്വേഷണം ഇല്ലാണ്ട് തന്നെ ED അന്വേഷണം കൊണ്ടൊക്കെ തന്നെ ഇതിലൊരു വ്യക്തത വരുമെന്നതാണോ താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും വ്യക്തത ഡെഫിനറ്റ്ലി വരണമല്ലോ. അതാണല്ലോ നമ്മളൊരു വിശ്വാസികൾ ആയിട്ടുള്ള നമ്മളൊക്കെ ആവശ്യം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇഡിയുടെ ചാർട്ടർ ഓഫ് ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പൊ അവർ ആ രീതിയിലേക്കുള്ള അന്വേഷണം നടത്തും. പക്ഷേ ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ വരണമെങ്കിൽ 4 മാസം കൊണ്ട് SITക്ക് ചെയ്യാത്തത് തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യം തൊട്ട് പറയുന്നത് അത് CBI തന്നെ വേണം. CBI വന്നാൽ മാത്രമേ ഇതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത്, അയ്യന്റെ മുതൽ കട്ട ആരൊക്കെയാണെന്നുള്ളത് പുറത്തു വരെയും അവരെ കൃത്യമായിട്ട് ജയിലിൽ കൊണ്ടുപോകാനുള്ള സാധിക്കും. നോക്കൂ, ഇവിടെ നോക്കൂ, ഈ ഒരു ചാനൽ ഡിബേറ്റിൽ തന്നെ മാഡം നോക്കൂ, കോൺഗ്രസിന്റെ പ്രതിനിധി CPM ചെയ്ത കാര്യങ്ങൾ, CPM എങ്ങനെയാണ് വിശ്വാസികളെ പറ്റിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. CPMന്റെ പ്രതിനിധി കോൺഗ്രസിന്റെ മുൻകാലങ്ങളിൽ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ അമ്പലങ്ങളിൽ എങ്ങനെയൊക്കെ ചെയ്തെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു സാധാരണ വിശ്വാസി കാണുമ്പം LDF ആയാലും UDF ആയാലും അവർ വിശ്വാസങ്ങളെ ഒരു കച്ചവടമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിലേക്ക് മാത്രം കാണുന്നു എന്നുള്ള ഒരു വ്യക്തത ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് BJP പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസ സംരക്ഷണമാണ് ഞങ്ങളുടെ പ്രയോറിറ്റി, അതിന് വോട്ടാണെന്നുള്ള രീതിയിലേക്ക്. എന്തോ സാങ്കേതിക പ്രശ്നമാണ്. ശ്രീ മഹേഷ് പണിക്കർ, നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഡിന്നി പറഞ്ഞു നിർത്തുന്നത് പോലെ ഈ കളവിന് പിന്നിൽ രണ്ടുപേർക്കും പങ്കുണ്ട് എന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത്? UDFന്റെയും LDFന്റെയും നേതാക്കൾ ഈ നിലയിൽ അന്വേഷണ പരിധിയിലേക്ക് വരുമ്പോൾ അല്ല, ഞാൻ ഒരു മിനിറ്റ് ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാനൊന്ന് നിർത്തിക്കോട്ടെ മാഡം. ഓക്കെ, ഇടയ്ക്ക് സാങ്കേതിക പ്രശ്നം വന്നതുകൊണ്ടാണ് പറഞ്ഞു, പെട്ടെന്ന് പൂർത്തിയാക്കിക്കോ. ഞാൻ പറഞ്ഞത് വിശ്വാസം എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മളെ കേരള കുംഭമേള നടന്നപ്പം സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്ന് ഒരു രീതിയിലുള്ള സപ്പോർട്ടും ഇല്ലാതിട്ടും ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവിടെ വന്നു. എന്തുകൊണ്ടാണ്? ആ വിശ്വാസമാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ അത് തന്നെയാണ് ശബരിമല കാര്യത്തിലും വിശ്വാസം തന്നെയാണ് ഇമ്പോർട്ടന്റ്. അതെ 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 യഥാർത്ഥത്തിൽ ഈ അയ്യപ്പന്റെ മുതല് കട്ടിട്ട് അതിന്റെ അവർക്ക് കിട്ടിയ കോടാനുകോടി ധനം ആ ഒരു ഗൂഢാലോചന സംഘത്തിന് അല്ലെ ആ കൊള്ള സംഘത്തിന് കിട്ടിയ പണം, അവർ ആ പണം പലതരത്തിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, മറ്റു പല കാര്യങ്ങളിലും റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെയാണ് ഇപ്പൊ ED ഒക്കെ വന്ന് ഇതിനകത്ത് അന്വേഷണം നടക്കുന്നത്. അപ്പൊ ഇവരാരും ഈ അയ്യപ്പന്റെ മുതൽ കണ്ടിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനും ഒരു സിനിമാക്കാരനും ഒരു വ്യവസായിയും ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത്
മൊത്തം അയ്യപ്പന്റെ കണ്ണീർ തന്നെ ഉണ്ട്. അത് പിടിക്കപ്പെടും എന്ന് തന്നെയാണ് നമുക്കിപ്പോ ഈ അന്വേഷണത്തിന്റെ ഈ രീതി നമുക്ക് മനസ്സിലാകുന്നു. ശരി, എന്തായാലും അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും. എന്തായാലും അന്വേഷണ സംഘം നാളെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കുകയാണ്. കോടതിയിൽ എന്തൊക്കെയാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ, അതിലുള്ള വിശദാംശങ്ങൾ കൂടി നാളെ നമുക്ക് കുറച്ചെങ്കിലും അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.